നീ എന്തിനിങ്ങോട്ട് വന്നിട്ടേ വിട്ടിത്തം പറയുന്നു. കുട്ടി പോയി കണ്ടോളൂ. പക്ഷേ ബോധമില്ലാതെ കിടക്കുകയാണ്. വിളിച്ചുപദ്രവിക്കരുത്. ഇവിടെ ഒരു സീനുണ്ടാക്കിയാൽ അതിന് നാണക്കേട് തനിക്ക. ദൈവ ആ വക്കീൽ പലതവണ വിളിച്ചു. സത്യരാജിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. സസ്പെൻഷനോ ഡിസ്മിസിലോ വയ്യാഞ്ഞിട്ടല്ല. ഈ ഇഷ്യൂവിന്റെ പേരിൽ തന്നെ ശിക്ഷിച്ചാൽ അതൊരു കോൺട്രവേഴ്സിയാവും. മന്ത്രിയുടെ പ്രതിച്ഛായ ബാധിക്കും. അതുകൊണ്ട് നാട്ടുകാരെ ഭയന്ന് മന്ത്രി തന്നെ വിളിച്ചു പറഞ്ഞത് നടപടിയൊന്നും എടുക്കേണ്ടത്. ഓ, അങ്ങേരുടെ ഒരു ദയ. പക്ഷെ ട്രാഫിക്കിൽ തുടരാൻ കമ്മീഷണർ സമ്മതിക്കില്ല. നിന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് മാറ്റി. എന്നെ അവിടെ തളച്ചിടാനാ? കാണാം. നിങ്ങളുടെ ഡാൻസ് ക്ലാസ് നിർത്തിയത് ഞാനിവിടെ ഉള്ളത് കൊണ്ടാണ്. ഉള്ള വരുമാനവും പോയില്ലേ? സാരമില്ല. പണക്കാരുടെ ആയുധമായിട്ടാ ഞാനിവിടെ ജീവിക്കുന്നത്. പണം എനിക്കൊരു പ്രശ്നമല്ല. നിങ്ങളെ ഞാൻ സഹായിക്കാം. വേണ്ട, നിങ്ങളോട് ഒരു സഹായമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. അത് മതി. രാധയുടെ ഈ തന്റെ ഇടം ഐ അപ്രീഷിയേറ്റ്. ഞാനൊരു ആന്റി ഹീറോ ആണെങ്കിലും എന്നെ ആരാധിക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. പക്ഷേ ചുണയുള്ള പെൺകുട്ടികളോടാണ് എനിക്കിഷ്ടം. രാധയെ പോലെ. കൈവിട്. ജയിലിലെ ഇരുമ്പഴി വളയ്ക്കുന്ന ഈ കയ്യിൽ നിന്നും കുതറി മാറാൻ പറ്റും. എടോ, ഞാനൊന്ന് ഉറക്ക കരഞ്ഞാൽ നീ ആ ഇരുമ്പഴിക്കുള്ളിലാകും. അടുത്ത വീട് പോലീസ് ഓഫീസറുടേതാണെന്ന് ഓർത്തു. വിടന്നെ. തന്റെ എല്ലാ നീതിത്തരങ്ങളും അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഇവിടെ താമസിപ്പിച്ചതെന്ന് ആവർത്തിച്ച് പറയണ്ടല്ലോ. ആ ലക്ഷ്യം നേടാതെ ഈ ശരീരവും മനസ്സും തൊട്ടശുദ്ധമാക്കാൻ ഒരു പുരുഷനെയും ഞാൻ അനുവദിക്കില്ല. എന്റെ വ്രതമാണത്. മേലിൽ എന്നെ തൊട്ടാൽ തനിക്കൊരു കൊല കൂടി ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ എനിക്ക്. സൂക്ഷിച്ചു. സാർ, അന്ന് നേരിട്ട് ഫയൽ നിങ്ങളുടെ ആട്ടത്തൊപ്പം കൂടെ സൈറ്റില്ലേ?
ഞാൻ കഴിക്കില്ല. തിരുവനന്തപുരത്ത് നിന്ന് കാലത്ത് എത്തുകൊണ്ട് നേരെ പോയത് ആ വീട്ടിലേക്കല്ലേ? നീ ഏത് വേശ്യയുടെ വീട്ടിൽ പോകുന്നതിൽ എനിക്ക് വിരോധമില്ല. ഈ സീതയുടെ വീട്ടിൽ വീഴുന്ന ഞാൻ പറഞ്ഞു. നീ എന്തറിഞ്ഞാടാ ഈ പറയുന്നേ? എടാ, നമ്മളെല്ലാം കള്ളു കുടിക്കുന്നവരാ. അതിന് മാട്ട കഴുത്തിൽ കെട്ടി നടക്കണോ? നിന്റെ ഈ ചൊറിഞ്ഞ വർത്തമാനം നിർത്ത്. നീ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പുല്ലും എനിക്ക് അവളോടില്ല. കഴിഞ്ഞ 6 മാസമായി ഞാൻ പലരെ കൊണ്ട് വീട്ടിച്ചു. എനിക്ക് വാങ്ങിക്കാൻ അർഹതയില്ലല്ലോ സാർ. ജ്യോതി, എനിക്ക് എന്റെ ചേച്ചി ഒന്ന് കാണും. ബെന്നിക്ക് ഏതാ ചേച്ചി? ഉണ്ണികൃഷ്ണന്റെ ചേച്ചി, എന്റെ രാധ ചേച്ചി. നീ ഇല്ലത്ത് പോയി പറയണം. പറയാം. ഹലോ. ആ, നിങ്ങൾ എവിടെയായിരുന്നു? ഒരു കേസിൽ പെട്ടുപോയി. ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയതാണ്. പ്ലാനിലൊന്നും മാറ്റമില്ല. കൃത്യം 4 മണിക്ക് ആംബുലൻസ് വാൻ അവിടെ എത്തും. ഉണ്ടെന്നേ, സത്യരായന്റെ പാസ്പോർട്ടും ടിക്കറ്റും എല്ലാം എന്റെ കയ്യിലുണ്ട്. എനിക്കത് കാണണം, അല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ ഇങ്ങോട്ട് വരും. അത് സംശയത്തിനിടയാക്കും. നിങ്ങൾ രാധ എങ്ങോട്ട് അയക്കും? ഞാൻ കൊടുത്തുവിടാം. അതെ, പെട്ടെന്ന് അയക്കണം. ശരി. മംഗലാപുരത്തുള്ള എന്റെ കൂട്ടുകാരൻ വിളിച്ചിരുന്നു. അവൻ റെക്കോർഡ്സ് എല്ലാം എന്റെ കയ്യിലേ തരും. ആളെ അയച്ചിട്ട് അവന് വിശ്വാസമില്ല. എനിക്ക് ഇന്ന് തന്നെ അവനെ കാണാൻ പോകണം. ഇവിടെ നിന്ന് എങ്ങനെ പോകും? പറയാം. നിങ്ങളുടെ അമ്മയെ ആശുപത്രി കൊണ്ടുപോകുന്ന പോലെ ഇവിടെ നിന്നൊരു ആംബുലൻസിൽ എന്നെ കൊണ്ടുപോകണം. വേണ്ട ഏർപ്പാടെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഉടനെ വക്കീലെ ചെന്ന് കാണണം. എന്തിനാ? വെറുതെ അല്ല ഞാൻ നിങ്ങളെ സഹായിക്കുന്നത്. മംഗലാപുരത്തുള്ള എന്റെ കൂട്ടുകാരന് പണം കൊടുക്കണം. അത് വക്കീൽ തരാമെന്ന് ഏറ്റിട്ടുണ്ട്. നിങ്ങൾ വേഗം പോയി അത് വാങ്ങിച്ചുകൊണ്ട് വരും. രാധേ, നമ്മുടെ ബെന്നി ഹോസ്പിറ്റലിൽ
ഹോസ്പിറ്റലിലാണ്, ഒരു ബൈക്ക് ആക്സിഡന്റിൽ. അവനെ നിന്നെ ഒന്ന് കാണണമെന്ന്. ഇപ്പോഴാണോ തോന്നിയത്? ഉണ്ണി പോയ പിന്നെ ഇതേവരെ അവനിങ്ങോട്ട് കടന്നില്ലല്ലോ. എന്താണ് അവിടെ നടന്നെന്നറിയാൻ ഒരു നോക്ക് കണ്ടു ചോദിക്കാൻ ആശിച്ചോളാം ഞാൻ. ഇനി എനിക്ക് അവനെ കാണണ്ട. ചേച്ചി അങ്ങനെ പറയരുത്. വരൂ. കൂട്ടം കൂടി നടന്ന അവൻ കാരണമാണ് എന്റെ ഉണ്ണി പോയത്. ഞാൻ വരില്ല. നിന്റെ വേദന എനിക്കറിയാൻ രാധേ. എന്നാൽ ഇപ്പോൾ മരണം കാത്തു കിടക്കുന്ന ഒരു കുട്ടിയോട് ഇനിയും വിരോധം വച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അത്ര അധികമാണോ ബെന്നിക്ക്? അത് ചേച്ചി, ചിലപ്പോ. വരൂ രാധേ. എവിടെയാണവൻ? മൊഴിയൊന്നും കാര്യമല്ല. പോലീസ് ശരിക്കും ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ സഹിക്കില്ല.